ന്യായവില മാവേലി സ്റ്റോറുകളെ അനാഥമാക്കിയ LDF സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അടിപ്പരണ്ടയിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് അയലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി ഉദ്ഘാടനം ചെയ്തു. പ്രതിദിനം 12 കോടി രൂപയുടെ വിറ്റുവരവാണ് മുൻകാലങ്ങളിൽ ഗവൺമെന്റിനുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അത് 1/3 ചുരുങ്ങി കേവലം 4 കോടി രൂപ മാത്രമായി സംസ്ഥാനത്തെ മുഴുവൻ മാവേലി സ്റ്റോറുകളിൽ നിന്നുള്ള ആകെ വരുമാനം എന്ന് പറയുന്നത്. ഈ ഓണക്കാലം അടുത്തിട്ട് പോലും ഭക്ഷ്യവകുപ്പ് ഗവൺമെന്റിനോട് 500 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി 500 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിനോട് ഭക്ഷ്യവകുപ്പ് കടമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഏജൻസികൾക്ക് മാത്രമായി 1500 കോടി രൂപ ഈ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. പല ഏജൻസികളിൽ നിന്നായി മാവേലി സ്റ്റോറുകളിലേക്ക് ഇറക്കിയ അരിയും പയറും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക്, ഏജൻസികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 1500 കോടി രൂപ കടം കൊടുക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യം മാവേലി സ്റ്റോറുകളിൽ ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S. സഞ്ജു അധ്യക്ഷനായി. DCC സെക്രട്ടറി KE. അബ്ബാസ്, സുരേഷ് കുമാർ, ഗോപിക ഷിജു, മുഹമ്മദ് കുട്ടി, CG പ്രസാദ്, ശ്രീജിത്ത് ബാബു, ഷമീർ എന്നിവർ പ്രസംഗിച്ചു.